എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഋതു സേതുവിനും പല്ലവിനെയും കൂടെ വെല്ലുവിളിക്കുകയാണ്. ആ നിരഞ്ജന വന്നിട്ട് പറഞ്ഞിട്ട് പോയല്ലോ പ്രതിയെ ഉടനെ പിടികൂടുമെന്ന്. അവൾ അത്ര വലിയ മിടിക്കുകയാണെങ്കിൽ പ്രതിയെ ഒന്ന് പിടികൂടട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഋതു അകത്തേക്ക് കയറി പോവാണ്. ഈ പോക്ക് കണ്ടപ്പോ തന്നെ പല്ലവി സേതുവിനോട് പറഞ്ഞു, സേതുവേട്ടാ നോക്കിയേ ഋതു പറഞ്ഞിട്ട് പോയത് കേട്ടോ. അതിലൊരു ധ്വനി ഇല്ലായിരുന്നോ, ഒരു അഹങ്കാരത്തിന്റെ ധ്വനി. അവളാണ് ഇത് ചെയ്തതെന്ന് എന്റെ മനസ്സ് പറയുന്നു. അവള് തന്നെയാണ് ഈ ക്രൂര കൃത്യം ചെയ്തത്, അല്ലാതെ മറ്റാരും ചെയ്യില്ല. അവളാ ഇതിനകത്ത് പ്രതി എന്ന് പറയണം. സേതു പറഞ്ഞു, അതിന് തെളിവൊന്നും ഇല്ലല്ലോ എന്ന് പറയണം. അത് ശരിയാ, തെളിവൊന്നുമില്ല. പക്ഷെ തെളിവൊക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റുന്ന കാര്യമല്ലേന്ന് പറയണം. അധികം വൈകാതെ തന്നെ കണ്ടു അവളെ കുറ്റം ചെയ്തെങ്കിൽ അവൾ പിടിയിലാവൂന്ന് പറയാം. ആ സമയം ശ്രീഹരി കടന്ന് ഒന്ന് മയങ്ങി വരുമായിരുന്നു. അപ്പോഴേക്കും ശ്രീഹരിയുടെ വാ പൊത്തിപ്പിടിച്ച് ശ്രീഹരിനെ കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ്. പെട്ടെന്ന് ശ്രീഹരിക്ക് ശ്വാസം കിട്ടാതെ ശ്രീഹരി കിടന്ന് പെടഞ്ഞ് ചാടി എഴുന്നേക്കാൻ തുടങ്ങുവാണ്. അച്ചു ചോദിച്ചു, എന്താ ശ്രീഹരി എന്ന് ചോദിക്കുകയാണ്. ശ്രീഹരി സ്വപ്നം കണ്ടായിരുന്നു. അല്ല അച്ചു, ഞാന് പിന്നെ നമ്മുടെ ചുറ്റും നോക്കുകയാണ്. എന്താ കാര്യം, എന്തെങ്കിലും എന്നോട് പറ. ഞാനൊരു സ്വപ്നം കണ്ടു, എന്നെ ആരോണ്ട് കൊല്ലാൻ വരുന്നതായിട്ട്. അതാണ് ആ കാര്യം. സ്വപ്നമല്ലേ കണ്ടേ, പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ ഇവിടെ ഇല്ലേ, ആരും ഒന്നിനും വരത്തില്ല എന്ന് പറയാം. എന്നാലും എനിക്ക് നല്ല പേടിയാവുന്നുണ്ട് അച്ചു എന്ന് പറയണേ. എന്തിനാ പേടിക്കണേ, ഞാൻ അവിടെ അടുത്തിരിക്കുമ്പോ ശ്രീഹരി കിടന്ന് ഉറങ്ങിക്കോ, ഞാൻ ഇവിടെ ഇരുന്നോളാന്ന് പറയാ. അച്ചു, നീ എന്റെ അരികിൽ നിന്ന് എഴുന്നേറ്റ് പോവല്ലേ എന്ന് പറയണേ. എഴുന്നേറ്റ് പോവില്ല ശ്രീഹരി, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ശ്രീഹരി ധൈര്യമായിട്ട് കിടന്ന് ഉറങ്ങിക്കോ, ഞാനിവിടെ ശ്രീഹരിയെ നോക്കി തന്നെ ഇരിക്കും, ധൈര്യമായിട്ട് കണ്ണടച്ചോളാൻ പറയാണ് എന്നും പറഞ്ഞുകൊണ്ട് അച്ചു ശ്രീഹരിയുടെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിക്കുക. ആ ഒരു പിടുത്തം കിട്ടി കഴിയുമ്പോ തന്നെ ശ്രീഹരിയുടെ കണ്ണൊക്കെ അറിയാതെ അടഞ്ഞുപോയി. പിന്നീട് ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുവാണ് ശോഭയും മുകുന്ദ മാഷും കൂടെ. അങ്ങനെ രണ്ടുപേരും കഴിക്കാതിരിക്കുന്ന സമയത്ത് മുകുന്ദ മാഷ് ചോദിച്ചു, അല്ല അവളെ വിളിച്ചില്ലേ, പാറുവിനെ വിളിച്ചില്ലേ എന്ന് ചോദിക്കാം. എന്തിനു വിളിക്കണേ, വേണ്ടവര് വേണേ തന്നെ വന്ന് കഴിച്ചോളും. ഇങ്ങനെ ആനയിച്ചോട് പറഞ്ഞ കാര്യമൊന്നുമില്ലോ. അവൾക്കറിയാലോ ഫുഡ് കഴിക്കണം എന്നുള്ള കാര്യമൊക്കെ. അവൾക്ക് എല്ലാ കാര്യങ്ങളും സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ അറിയാലോ. അപ്പൊ പിന്നെ ഫുഡ് കഴിക്കുന്ന കാര്യത്തിലും അതൊക്കെ അറിയാം. പിന്നെ നമ്മൾ പോയി ആനയിച്ചോണ്ട് വരേണ്ട കാര്യമില്ല. എന്താ എഴുന്നള്ളിച്ചോണ്ട് വരാൻ, അവളെന്താ അവരെ രാജകുമാരിയാണെന്ന് ചോദിക്കുക. എന്നാലും ശോഭ അതല്ലല്ലോ. എന്തല്ലെന്ന്, വേണമെങ്കിൽ വന്ന് കഴിച്ചോളും. അല്ലെങ്കിൽ തന്നെ എനിക്ക് നല്ല ദേഷ്യം അവളുടെ കാര്യത്തില്. അവൾ അവളുടെ സ്വന്തമായ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നിടത്ത് നമ്മൾ എന്തിനാ മാഷെ ഇടങ്കോലായിട്ട് നിൽക്കുന്നത്, അതിന്റെ കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും പാറു അങ്ങോട്ടേക്ക് വരിക. പാറുവെന്ന് നോക്കി, എന്താമ്മേ എന്നെ ഫുഡ് കഴിക്കാൻ വിളിക്കാത്ത, ഞാൻ അത്രമാത്രം അന്യായി പോയെന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോ ശോഭ പറഞ്ഞു, ദേ ഞങ്ങളല്ലേ നിനക്ക് അന്യായി പോയത്, അതുകൊണ്ടല്ലേ നീ ഇപ്പം ഞങ്ങൾ പറയുന്നൊന്നും അനുസരിക്കാതെ. എന്തനുസരിച്ചില്ലെന്നാ, എന്താ നീ അനുസരിച്ചിരിക്കുന്നേ? ആ വിശ്വജിത്വമായിട്ടുള്ള എല്ലാ കൂട്ടുകെട്ടുകളും അവസാനിപ്പിക്കണം ഞങ്ങൾ പറഞ്ഞല്ലേ, എന്നിട്ട് നീ അവസാനിപ്പിച്ചോന്ന് ചോദിച്ചാ. ദേ അമ്മേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അമ്മ വെറുതെ എന്തിനാ എഴുതാപ്പുറം വായിക്കേണ്ട കാര്യമില്ല. വിശ്വജിത്വമായിട്ട് എനിക്ക് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് മാത്രം, അതിനപ്പുറത്തേക്കൊന്നും ഇല്ലെന്ന് പറയണം. ഓഹോ, എന്ത് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ഞങ്ങൾ പറഞ്ഞ വീട്ടുകാർ പറഞ്ഞ നിനക്ക് അനുസരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേന്ന് ചോദിക്കും. അമ്മ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ എന്നെ ക്രൂശിക്കേണ്ട കാര്യമില്ല. മൂന്നും ഭാഷ പറഞ്ഞു, മോളെ പറയുന്നൊന്ന് അനുസരിക്കുക. അവനുമായിട്ടുള്ള കൂട്ടുകാർ ശരിയില്ല, ഇന്ദ്രന്റെ അനിയനവന് എന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രന്റെ അനിയനാന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ തെറ്റുകാരനാന്ന് ഓർത്തുണ്ട് അവനും തെറ്റുകാരനാണോന്നുണ്ടോ? ഒരിക്കലും ഇല്ല. പിന്നെ അമ്മയ്ക്കും അച്ഛനും ഒരു വിചാരം ഉണ്ടായിരിക്കും ഞാൻ തെറ്റായ വഴിയെ പോകുന്നുണ്ടെന്ന്. അതൊക്കെ വെറൊരു തോന്നൽ മാത്രമാണ്. ഞാൻ ഒരിക്കലും അങ്ങനെ പോകാനൊന്നും പോകുന്നില്ല. എനിക്കറിയാം ശരി ഏതാ തെറ്റേതാന്നുള്ള കാര്യം. ഓഹോ, അങ്ങനെ സ്വന്തമായിട്ട് തീരുമാനം എടുക്കണേ നീ ആയിക്കോ, ഇനി നിന്റെ കാര്യത്തിൽ ഒന്നിലും ഇടപെടാൻ പറ്റുന്നില്ല എന്ന് പറയാണ്. എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കാം. പിന്നെ അല്ലാതെ എന്ത് പറയാനാ, ഞങ്ങൾ പറയുന്നത് നിനക്കനുസരിക്കാൻ പറ്റല്ലോ, പിന്നെ എന്തിനാ നിന്നെ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കണേന്നൊക്കെ ചോദിക്കാം. പാറു ഇത് കേട്ടപ്പത്തിന് പതുക്കെ അങ്ങോട്ട് എഴുന്നേറ്റു. പാറുവിനെ സഹിക്കാൻ പറ്റിയില്ല. പാറു എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, അന്നേ വേണ്ട, ഞാൻ ഫുഡ് കഴിക്കുന്നില്ല, പ്രശ്നം തീർന്നില്ലേ. ഇനിയിപ്പം ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിരുന്ന് ഒരു സമാധാനത്തോടെ കഴിക്കാനായിട്ട് പറ്റത്തില്ല. ഓ, നിനക്ക് വിശപ്പില്ലേ, നീ അങ്ങോട്ട് പൊക്കോ, നീ കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ശോഭ വാശി കയറ്റുവാണ് പാറുവിനെ. പിന്നീട് പാറു അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും പറഞ്ഞു, എനിക്കറിയാം ആ വിശ്വജിത്തിനെ കണ്ടല്ലേ നീ കിടന്ന് തുള്ളിച്ചാടുന്നേ, കണ്ടു. അധികം വൈകാതെ തന്നെ എന്ത് ചെയ്യണം നീ ശോഭയ്ക്ക് നന്നായിട്ടറിയാം. ഒരു കാലത്തും അവനുമായിട്ട് നീ ഒത്തുപോകാൻ പോകുന്നില്ലടി. അങ്ങനെ എന്തേലും സ്വപ്നങ്ങൾ നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അത് കയ്യോടെ അങ്ങോട്ട് കുഴിച്ചു മൂടിയാലേ എന്നൊക്കെ വിളിച്ചു പറയാണ്. പിന്നീട് ആകപ്പാടെ വിഷമത്തിലായി പോയി ശോഭ. ശോഭയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതിനുശേഷം പാറുവിന്റെ ഫോണിലേക്ക് പല്ലവി വിളിക്കാണ്. പല്ലവി വിളിച്ചിട്ടുണ്ട്, പാറു നീ എന്താ ഇങ്ങനെയെന്ന് ചോദിക്കണേ. എന്താ ചേച്ചി, നീ എന്താ ഫുഡ് കഴിക്കാത്തെ? ഓ, അത് ഇത്ര പെട്ടെന്ന് അവിടെ എത്തിയെന്ന് ചോദിക്കും. അത് പിന്നെ അമ്മ എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയണ. ചേച്ചിക്ക് അറിയാലോ, ഞാനും വിശ്വജിത്തും തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് മാത്രം, അത് വളച്ചൊടിക്കുവാണ് അച്ഛനും അമ്മയൊക്കെ.
അവരെ പറഞ്ഞിട്ട് കാര്യമില്ല മോളു. അവരെന്ന് പറഞ്ഞാൽ പഴയ ആൾക്കാരില്ലേ, അവരുടെ മനസ്സിൽ അങ്ങനെയൊക്കെ തോന്നുള്ളൂ. അതിൽ നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയാം. എന്നാലും അതാണോ ചേച്ചി എൻ്റെ മര്യാദ? ഉം, എനിക്ക് എൻ്റെതായ ഒരിതില്ലേ? അപ്പൊ അതിനകത്ത് അവർ പിന്നെ എന്തിനാ ഇങ്ങനെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് വരുന്നേ? ഞാനൊരു തെറ്റും ചെയ്യുന്നില്ല എന്ന് ഞാൻ 100 വട്ടം പറഞ്ഞല്ലേ എന്ന് ചോദിക്കും. അത് മോളെ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ പ്രായം ഇതാണ്. ഈ പ്രായത്തിൽ നിനക്ക് ഇങ്ങനെ പല പല തോന്നലുകളും ഉണ്ടാവും. അല്ലെങ്കിൽ തന്നെ എത്ര നാളായി നിന്നോട് പറയണം അവനുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് വേണ്ടാന്ന്. അന്നേരം നിനക്ക് സാധിച്ചോ ഇല്ലല്ലോ. പിന്നെ അവരെയും തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കേട്ടതും പാറു പറഞ്ഞു, ചേച്ചിക്കറിയോ, ഞാൻ ഈ കോളേജിൽ പോക്ക്, പിന്നെ പാർട്ട് ടൈം ജോലിക്ക് പോക്ക്, ആകെപ്പാടെ മനുഷ്യൻ വീട്ടിൽ വന്നിട്ട് ഒറ്റപ്പെടലാ ഫീൽ ചെയ്യുന്നേ. ചേച്ചി ഉണ്ടായിരുന്ന സമയത്ത് മിണ്ടാനും പറയാനും ഒക്കെ ആളുണ്ടായിരുന്നു. ഇപ്പോഴാണ് അതൊന്നുമില്ല. അമ്മ തയ്ച്ചുകൊണ്ടിരിക്കും, അച്ഛൻ്റെ ജോലി ചെയ്യും. വീട്ടിൽ വന്നാലും എന്നോട് സംസാരിക്കണം, എൻ്റെ മൈൻഡ് ചെയ്യാൻ ഇവിടെ ആരുമില്ലെന്ന് പറയാം. ആകെപ്പാടെ ഒരു ബുദ്ധിമുട്ടയച്ചി. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് ചേച്ചിയുടെ വിലയെ മനസ്സിലാക്കുന്നത്. ചേച്ചി ഉണ്ടായിരുന്ന സമയത്ത് എനിക്കൊന്നും അറിയണ്ടായിരുന്നു എന്ന് പറയാണ്. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. മോൾക്ക് എപ്പോഴും എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നെ വിളിച്ചാൽ മതിയല്ലോ. എന്നെ വിളിച്ച് എന്തെങ്കിലും ആവശ്യമുണ്ടോ പറഞ്ഞാൽ മതി. സംസാരിക്കണേ എന്നെ വിളിച്ചു. ഞാൻ എപ്പോഴും ഇല്ലേ കൂടെ. പിന്നെ എന്തിനാ മോൾ ഇങ്ങനെയൊക്കെ വിഷമിക്കണമെന്ന് ചോദിക്കാം. എനിക്കറിയാം ചേച്ചി. എന്നാലും മോള് ഫുഡ് കഴിക്കാതിരിക്കില്ല. നീ ഫുഡ് കഴിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വിഷമമെന്ന് പറയണം. ഓ, അവർക്ക് വിഷമമാണ് പോലും. അങ്ങനെ വിഷമമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നില്ലെന്ന് പറയാം. അത് പറയരുത് പാറു. വിഷമം ഉണ്ടാകുന്നുണ്ടല്ലേ അമ്മ എന്നെ വിളിച്ചു പറഞ്ഞ് നീ ഫുഡ് കഴിച്ചിട്ടില്ലാന്ന്. അല്ലെങ്കിൽ പിന്നെ അമ്മയ്ക്ക് വിളിക്കേണ്ട കാര്യമുണ്ടോ? അമ്മ വിളിച്ചിങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ എന്നോട്. നിന്നെ എങ്ങനെയല്ലോ ഒന്ന് ഫുഡ് കഴിപ്പിക്കാൻ വേണ്ടി അമ്മ എന്നെ വിളിച്ചു പറയണേ. കാരണം അമ്മയ്ക്കറിയാം എന്നെ വിളിച്ചു പറഞ്ഞ് ഞാൻ നിന്നെ വിളിക്കും. അപ്പൊ നീ പോയി ഫുഡ് കഴിക്കുമെന്നൊക്കെ അറിയാം. അമ്മയ്ക്കും മനസ്സിന് വല്ലാത്ത പ്രയാസമാണ്. അത് അങ്ങനെ തന്നെയല്ലേ വരുള്ളൂ. മക്കൾ ആഹാരം കഴിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അച്ഛനമ്മമാർക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുമോ? അവരുടെ മനസ്സിലും തീയായിരിക്കില്ലേ. മക്കളുടെ മനസ്സിൽ എന്തെങ്കിലും വേദനയുണ്ടെങ്കിൽ പുറമേ ഒന്നും അച്ഛനും അമ്മയും പ്രകടിപ്പിച്ചില്ലെങ്കിലും അവരുടെ ഉള്ളു ആ സമയത്ത് വേഗമായിരിക്കും. അത് നീ എന്താ മനസ്സിലാക്കാത്തെ? ഇപ്പൊ എന്റെ കാര്യം തന്നെ എടുത്തു നോക്കി. എന്റെ കാര്യത്തിൽ അച്ഛനും അമ്മയ്ക്ക് എത്ര വേദനിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പുറമെ ഒന്നും കാണിക്കുന്നില്ലേലും അവരുടെ ഉള്ളിനുള്ളിൽ നല്ല വിഷമമുണ്ടെന്ന് പറയാം. എന്റെ അവസ്ഥ നിനക്ക് വരില്ല. അതുകൊണ്ട് തന്നെയാണ് അവരിങ്ങനെയൊക്കെ പറയണേ. അത് നീ എന്താ മോളെ മനസ്സിലാക്കാത്തെന്ന് ചോദിക്കുക. ഞാൻ പോയി ഫുഡ് കഴിച്ചോളാം ചേച്ചി. ഇനി ആ കാര്യത്തിൽ ഒരു ചേച്ചിക്ക് ഒരു ടെൻഷൻ വേണ്ടെന്ന് പറയണം. അങ്ങനെ ഒന്ന് ഉപദേശിച്ച് വിടുവാണ്. പിന്നീട് നേരെ വിളിക്കുന്ന ശോഭയുടെ ഫോണിലേക്കാ. ശോഭച്ചി എന്തായി മോളെ കാര്യങ്ങള്? അവളോട് സംസാരിച്ചെന്ന് ചോദിക്കും. സംസാരിച്ചമ്മേ. അവൾക്ക് ആ പട ഒരൊറ്റപ്പെടലാ വീട്ടിൽ നിന്നാ അവള് പറയണേ. അച്ഛനും അമ്മയൊന്നും അധികം സംസാരിക്കാറൊന്നും ഇല്ലല്ലോ. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം അവൾക്കുണ്ടെന്ന് പറയാം. ഇത് കേട്ടപ്പോ ശോഭ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യണമെന്നാ മോള് പറയണേ? അമ്മയൊന്നും ചെയ്യണ്ട. അവള് പതുക്കെ മാറിക്കോളും. അവൾക്ക് കുറച്ച് സമയം കൊടുക്കണം. പെട്ടെന്നൊരു ദിവസം മാറാൻ പറഞ്ഞാൽ മാറാൻ പറ്റുന്ന കാര്യമില്ല മോളെ. അവൾക്ക് അങ്ങനെ മാറാനാണെങ്കിൽ അവൾ ആ വിഷയത്തിനെ അങ്ങോട്ട് മറന്നിട്ട് അവൾക്ക് സുഖമായിട്ട് കഴിയാലോ. അവൾ പിന്നെ എന്തിനാ എപ്പോഴും അവന്റെ പുറകെ കറങ്ങി അടിച്ച് നടക്കുന്നേ? അതിന്റെ കാര്യമുണ്ടോ എന്ന് ചോദിക്കാം. അമ്മേ, പെട്ടെന്ന് അങ്ങോട്ട് വളവ് നേരെയാക്കാൻ നോക്കി നടക്കുവോ? അത് പതുക്കെ പതുക്കെ നേരെയാക്കാൻ പറ്റുള്ളൂ. അമ്മ ഇങ്ങനെ വാശി പിടിക്കല്ലേ. അവളെ അവളുടെ സ്വാതന്ത്ര്യത്തിന് ഇവിടെ അങ്ങോട്ട് ഇപ്പോഴങ്ങോട്ട് വിട്. അവൾ ഒരിടത്തേക്കും പറന്നു പോകാനൊന്നും പോകുന്നില്ല. ആ കാര്യത്തിൽ അമ്മയ്ക്ക് പേടിയുണ്ടെന്ന് പറയാം. ഓ, ഇപ്പം നീയും അവളോടൊപ്പം പക്ഷം പിടിക്കുവാണെന്ന് ചോദിക്കും. അതല്ലമ്മേ, ഞാനുള്ള കാര്യം പറഞ്ഞ അമ്മ എന്ന് ചിന്തിച്ചു നോക്കിയേ. അവളെ ഈ പ്രായത്തിലുള്ള അവളുടെ മനസ്സിലേക്ക് പല പല ചിന്തകളും വരണ്ട. അപ്പൊ ആ ഒരു പ്രായം കടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അവളുടെ മനസ്സിൽ എന്തെങ്കിലും ചിന്തയുണ്ടെ പോലും അവള് പിന്നീട് സാവധാനം ചിന്തിച്ചൊരു തീരുമാനം എടുക്കും. ആ സമയത്ത് നമ്മളിങ്ങനെ അവളുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു എരിപുരി കയറ്റി കൊടുത്തോണ്ടിരുന്ന പെട്ടെന്നൊന്നും അവളുടെ മനസ്സിൽ നിന്നും ആയത്തില്ല. അത് അവളുടെ മനസ്സിലേക്ക് കൂടുതൽ ആഴത്തിൽ പതിയത്തുള്ളൂ. അതുകൊണ്ട് ഇതിനൊന്നും തൽക്കാലത്തേക്ക് മുദ്രയൊന്നും വേണ്ട. അവളെ ഇപ്പൊ തൽക്കാലത്തേക്ക് പാട്ടിന് വിട്ടേക്കാൻ പറയാ. എനിക്ക് മനസ്സിലായി. ഇപ്പൊ ചേട്ടത്തി അനിയത്തി ഒന്നാന്ന് നിന്നോട് പറഞ്ഞ് എന്നെ വേണം പിടിച്ചിട്ട് തല്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ശോഭ അങ്ങോട്ട് കോള് കട്ട് ചെയ്യുകയാണ്. പിന്നീട് നേരം വെളുത്തു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീഹരിയുടെ പ്രഷറൊക്കെ നോക്കാനായിട്ട്, പ്രഷറുണ്ടോ പനിയുണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് നേഴ്സ് വരുവാണ്. അങ്ങനെ പ്രഷറൊക്കെ നോക്കി പറഞ്ഞു ഇപ്പം നോർമല, കുഴപ്പമൊന്നുമില്ല എന്ന് പറയണേ. അല്ല, ഡോക്ടർ എപ്പോഴാണ് വരുന്നത്? ഡോക്ടർ കുറച്ചേയും വരും. ഡോക്ടറിന് ഡിസ്ചാർജ് ആകുമോ? ഡോക്ടർ വന്ന് പരിശോധിച്ച് നോക്കട്ടെ എന്നിട്ട് ഡിസ്ചാർജിനെ കുറിച്ച് പറയുള്ളൂ എന്ന് പറയണേ. അങ്ങനെ നേഴ്സ് അങ്ങോട്ടേക്ക് പോയി. നേഴ്സ് പോയി കഴിഞ്ഞപ്പോഴത്തേനും അച്ഛനോട് ശ്രീഹരി ചോദിച്ചു, അല്ല പൈസ ഉണ്ടോന്ന് ചോദിക്കുക. പൈസയോ? എന്തെങ്കിലും വാങ്ങാനാണോ ശ്രീഹരിക്ക്? എന്തെങ്കിലും വാങ്ങാനുണ്ടെ പറഞ്ഞാൽ പോയി വാങ്ങിച്ചോണ്ട് വരാം. അതുകൊണ്ടല്ല, ഇവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ ബില്ലടയ്ക്കാനായിട്ട്. ഓ, അതാണ് കാര്യം. അത് നമുക്ക് എങ്ങനെയാലും സംഘടിപ്പിക്കാന്നേ. ആ കാര്യം ഒന്നും ഓർത്തിട്ട് ശ്രീഹരി വിഷമിക്കണ്ട കേട്ടോ എന്ന് പറയാം. അല്ല, ഇന്നലെ അച്ചു രാത്രി ഉറങ്ങിയാലും ചോദിക്കും. ഞാൻ ഉറങ്ങിയാന്ന്. ഞാൻ ഇങ്ങനെ ശ്രീഹരിനെ തന്നെ നോക്കിയിരിക്കുവായിരുന്നു പറയാം കുറെ സമയം രാത്രിയില്. എന്നിട്ടെന്താ ഞാനിങ്ങനെ നോക്കിയിരുന്നു. ഇത്ര നല്ലൊരു ഭർത്താവിനെ കിട്ടിയത് എന്റെ ഭാഗ്യം എന്നാ ഞാൻ വിചാരിക്കണേന്ന് പറയാ. ഇത് കേട്ടപ്പോ ശ്രീഹരി പറഞ്ഞു, അതല്ല, എന്നെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയതാ അച്ഛൻ്റെ ഏറ്റവും വലിയ നഷ്ടം. അച്ഛന് ഒരിക്കലും എന്നെ പോലെ ഭർത്താവിനെ ആയിരുന്നില്ല കിട്ടേണ്ടിയിരുന്നേ. അച്ഛന് സംഭവിച്ച ദുരന്തം അതാന്ന് പറയണേ. ഇത് കേട്ടപ്പോൾ
അച്ചു പറഞ്ഞു, എന്തൊക്കെയാ ശ്രീഹരി ഇങ്ങനെ പറയുന്നത്? ഈ ശ്രീഹരിയുടെ ഈ കോംപ്ലക്സ് ഉണ്ടല്ലോ, അതാണ് ആദ്യം എടുത്ത് മാറ്റേണ്ടത്. ഒരു ഈഗോ ഉണ്ട്, ഞാൻ ആരുമല്ല, ഞാൻ ഒന്നുമല്ല എന്നൊരു തോന്നലൊക്കെ ഉണ്ട്. ആ ഒരു ചിന്ത ആദ്യം മനസ്സിൽ നിന്ന് എടുത്ത് കളാ, എന്നിട്ട് എന്നെ സ്നേഹിക്കാൻ നോക്ക്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ശ്രീഹരിക്ക് ഒരു ആപത്തൊന്നും ഞാൻ ഉള്ള കൂടെ ഉള്ളൂ, എനിക്ക് ഒരു ആപത്തൊന്നും ശ്രീഹരി അല്ലേ കൂടെ ഉള്ളെന്ന് പറയാൻ നന്നായിട്ടും കൂടെ ഉപദേശിക്കുകയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീഹരി പറഞ്ഞു, സോറി അച്ചു എന്ന് പറയണം. പിന്നീട് ശ്രീഹരി ബാത്റൂമിൽ പോകാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പം അച്ചു വെച്ച് ബാത്റൂമിൽ പോകണം നിൽക്കും. പിന്നീട് ശ്രീഹരിനെ പതുക്കെ കയ്യെ പിടിച്ച് ബാത്റൂമിൻ്റെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം. ശ്രീഹരിക്ക് സന്തോഷമായി. ഈ സമയം നിരഞ്ജന മാഡം ബാക്കി പോലീസുകാരും കൂടെ ഫോറൻസിക്കാർ കൂട്ടിക്കൊണ്ട് നേരെ ഓട്ടോറിക്ഷ കിടക്കുന്നിടത്തേക്ക് വന്നു. അങ്ങനെ ഓട്ടോറിക്ഷ തെരഞ്ഞ് പരിശോധിക്കുകയാണ്. ഓരോ ഫോറൻസിക്കിന് എന്തെങ്കിലും അടയാളങ്ങളോ തെളിവുകളോ കിട്ടിയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ അവർ കുറേ സമയം സെർച്ച് ചെയ്തു. സെർച്ച് കഴിഞ്ഞതിന് ശേഷം നിരഞ്ജന മാഡം സേതുവിനും പല്ലവീനും കാണാനായിട്ട് പൊന്നുമടത്തിലേക്ക് വരുവാണ്. പിന്നീട് പറഞ്ഞു, എന്തായാലും അതിവിദഗ്ധനായ ഒരു കൊലയാളിയാണ് അവൻ എന്ന് പറയണം. അതെന്താ മാഡം അങ്ങനെ പറഞ്ഞ്? അവന് യാതൊരു തെളിവുകളും അവസാനിപ്പിക്കാതെയല്ലേ പോയിരിക്കുന്നത്? ഇത് കേട്ടതും സേതുവും പല്ലവി ഒരു നിമിഷം ഞെട്ടിപ്പോയി. അല്ല മാഡം, അപ്പൊ ഇനിയിപ്പം ആ പ്രതിയെ പിടിക്കാൻ പറ്റില്ലെന്നാണ് പറയണേ? എത്ര വലിയ സൂത്രശാലിയാണെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പഴുതിട്ടിട്ട് അവർ പോവുള്ളൂ. പക്ഷെ അവസാനം വരുമ്പം കാണോ ഇതിന് വലിയൊരു ഓപ്പണിംഗ് ഉണ്ടായിരിക്കും. കാരണം ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരുന്ന അങ്ങനെയായിരിക്കും എന്ന് പറയാം. തൽക്കാലത്തേക്ക് ആരും അറിയണ്ട. ഇവിടെ ഫോറൻസിക്കിന്റെ പരിശോധന നടത്തിയിട്ട് തെളിവുകളൊന്നും കിട്ടിയിട്ടില്ലെന്ന കാര്യം അത് അറിഞ്ഞിട്ടുണ്ട് ശരിയാകത്തില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ പല്ലവി പറഞ്ഞു, ശരി മാഡം, അധികം വൈകാതെ തന്നെ നമുക്ക് ആ പ്രതിയെ പിടികൂടാൻ പറ്റും. എല്ലാ കേസിലും അങ്ങനെയാ, ആദ്യം തെളിവൊന്നും അവശേഷിപ്പിക്കില്ല, പക്ഷെ എവിടെ നിന്നാലും എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയിരിക്കും. അങ്ങനെയാണ് നമ്മൾ അവസാനം പ്രതിയിലേക്ക് എത്തുന്നതെന്ന് പറയാം. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നിരഞ്ജന മാഡം അങ്ങോട്ട് പോവാണ്. അപ്പോഴേക്കും സേതുവിനും പല്ലവിക്ക് ആപ്പാട്ട് ടെൻഷൻ. പല്ലവി സേതുവിനോട് പറഞ്ഞു, സേതുവേട്ടാ ആരാന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന് ചോദിക്കുക. കണ്ടുപിടിക്കാൻ പറ്റാതെ എവിടെ പോകാനോ? ഉറപ്പായിട്ടും പറ്റുമെന്ന് പറയാണ്. അപ്പോഴേക്കും ഋതു അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. എന്ത് പറ്റി? നിരഞ്ജന മാഡം വന്നിട്ട് വേറെ തെളിവുകളൊക്കെ കിട്ടിയോ എന്ന് കളിയാക്കി ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ പല്ലവി പറഞ്ഞു, അധികം വൈകാതെ തന്നെ പ്രതിനെ പിടികൂടുമെന്ന് അറിയാം. പിന്നെ അവര് പിടികൂടിയേ തന്നെ പ്രതിനെ. അതിന് അവർക്ക് വല്ല തെളിവുകളും കിട്ടിയിട്ടുണ്ടേ അവര് പ്രതിനെ പിടികൂടാനായിട്ട്. ആരാ എന്താന്നൊക്കെ അറിയാതെ അവരെങ്ങനെ പിടികൂടുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഒരു വെല്ലുവിളി പോലെ അങ്ങോട്ട് പറയാണ്. ഇത് കേട്ടതും പല്ലവിക്ക് നല്ല ദേഷ്യം വന്നു. പല്ലവി സേതുവിനെ പതുക്കെ നോക്കുകയാണ്. അപ്പോൾ സേതു പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കരുതു, ആരാണ് ഇതിന്റെ പിന്നിൽ? നീയാണെങ്കിൽ പോലും നിന്നെ പോലീസ് കൊണ്ടുവന്നിട്ട് കാഴ്ച ഞങ്ങൾ കാണേണ്ടതായിട്ട് വരുമെന്ന് പറയാം. ഇത് കേട്ട ഒരു ഞെട്ടലോട് കൂടിയിട്ട് ഋതു നിൽക്കുകയാണ്. അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.